മീര, സർ, കുറ്റാന്വേഷണത്തിനൊരു മെത്തേഡ്. ആദ്യം തന്നെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ക്രൈം നടന്ന സ്ഥലത്ത് നിന്നും മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യണം. എന്നിട്ട് ആ തെളിവുകളെല്ലാം ഉണ്ടാവുന്ന തരത്തിൽ ഒരു ക്രൈം എങ്ങനെ നടന്നിട്ടുണ്ടാവുമെന്ന് ആലോചിക്കണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തിയറിയാണ്. നമ്മുടെ തിയറി ശരിയാണെങ്കിൽ പിന്നീട് കിട്ടുന്ന എല്ലാ തെളിവുകളും യോജിച്ചു വരും. മറിച്ചാണെങ്കിലോ അതിനനുസരിച്ച് നമ്മുടെ തിയറിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ഒടുവിൽ എല്ലാ തെളിവുകളും കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു തിയറി ഉരുത്തിരിഞ്ഞു വരും. അതായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന സത്യം. ഏത് കേസും തെളിയിക്കാൻ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കിട്ടിയ തെളിവുകൾ വെച്ച് നമുക്കൊരു തിയറി ഉണ്ടാക്കാം. കാണാതായ കിരൺ ആരുടെയോ കടുത്ത ശത്രുത സമ്പാദിച്ചിട്ടുണ്ട്. ആ ശത്രുവോ അയാളെ ഏർപ്പെടുത്തിയ മറ്റൊരാളോ കിരണിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ അവിടെ ചെല്ലുന്നു. പൂട്ടുപൊളിച്ചതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ കിരൺ വാതിൽ തുറന്നു കൊടുത്തു എന്ന് വേണം കരുതാൻ. കൊലയാളി അകത്ത് കിടന്ന് കൊല നടത്തുന്നു, മുറി വൃത്തിയാക്കുന്നു, ബോഡി കടത്തിക്കൊണ്ടുപോകുന്നു. മിക്കവാറും ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ലാപ്ടോപ്പും സ്റ്റോറേജ് ഡിവൈസും ഒഴികെ മറ്റൊന്നും കാണാതായതായി നമുക്കറിയില്ല. അതിനാൽ കൊല നടക്കാൻ ഇടയുള്ള എന്തെങ്കിലും വിവരം ആ ലാപ്ടോപ്പിലുണ്ടാവും. ഇതാണ് എൻ്റെ തിയറി. ഇനി നിങ്ങളെല്ലാവരും ചേർന്ന് ഈ തിയറി ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. സാറിന്റെ തിയറിയിൽ ഒരു കറക്ഷൻ വേണമെന്ന് തോന്നുന്നു. അടുക്കളയിൽ ഇരുന്ന കത്തികൊണ്ടാണ് കുത്തിയതെങ്കിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലായിരിക്കും കൊല നടത്തിയത്. കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കൊലയായിരുന്നെങ്കിൽ ആയുധം കൊലയാളി തന്നെ കൊണ്ടുവരുമായിരുന്നു. ഗുഡ് പോയിന്റ്. കൊല നടത്തിയ രീതിയെക്കുറിച്ച് പഠിച്ചാൽ കൊല നടത്തിയ ആളെക്കുറിച്ചും മനസ്സിലാക്കാം. ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കി. ഡെഡ് ബോഡിയുമായി സമയം ചെലവഴിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് കൊലയാളി. അല്ലെങ്കിൽ ബോഡി അയാൾ തന്നെ കൊണ്ടുപോവില്ല. അത്തരക്കാരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നത് മുൻപ് കൊല നടത്തിയിട്ടുള്ള ഒരു വാടക കൊലയാളിയാണ്. പിന്നെ ഇറച്ചിവെട്ടുകാർ, പോസ്റ്റ്മോർട്ടം നടത്തിയ ശീലമുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, ഇവരൊക്കെ ആ ലിസ്റ്റിൽ വരും. അയാൾ ഒരു വാടക കൊലയാളിയല്ല. ആയിരുന്നെങ്കിൽ തറ വൃത്തിയാക്കാൻ അയാൾ മെനക്കെടില്ലായിരുന്നു. വേറെയുമുണ്ട് സർ. ആ ഭാഗത്തെങ്ങും കിരണ്ട് ഉൾപ്പെടെ ഒറ്റ മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് കാണാനില്ല. കാരണം എല്ലായിടവും തുടച്ച് വൃത്തിയാക്കിയിരിക്കുവാണ്. അതിന്റെ അർത്ഥം കൊല നടത്തേണ്ടി വന്നത് യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും അതിനുശേഷം തെളിവ് നശിപ്പിച്ചിരിക്കുന്നത് വ്യക്തമായ പ്ലാനിങ്ങോടെയാണ്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ അന്വേഷണ രീതിയെക്കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാം. ഒരു കൊലയാളി എന്തിന് ഇത്രയധികം പ്ലാൻ ചെയ്യണം? ഒരു കാരണവശാലും പിടിക്കപ്പെടാതിരിക്കാൻ. അപ്പൊ പിടിക്കപ്പെട്ടാലോ ജയിലിൽ പോയാലോ ഒരുപാട് നഷ്ടപ്പെടാനുള്ള ആളാവണം കൊലയാളി. അങ്ങനെയാണെങ്കിൽ അയാൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളായിരിക്കണം. അത്രയ്ക്ക് ഉന്നത സ്ഥാനമുള്ള ആളെ എന്തിനു കൊല നടത്തണം? പോലീസിൽ പരാതിപ്പെട്ടാ പോരെ? പോലീസിൽ പരാതിപ്പെട്ടാൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു കുറ്റമാണ് മരിച്ചയാൾ ചെയ്തതെങ്കിലോ? ഉദാഹരണത്തിന് അയാളുടെ മകളെ ഈ കിരൺ റേപ്പ് ചെയ്തിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ അയാളുടെ ഭാര്യയുടെ കാമുകനായിരിക്കും. അങ്ങനെ എന്തെങ്കിലും. സർ, മരിച്ചയാൾ നല്ല കരുത്തനാണ്. അങ്ങനെ ഒരാളെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തണമെങ്കിൽ കൊന്നയാളും നല്ല കരുത്തനാവണം. അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തത്തിന് അയാൾ മുതിരില്ല. ഇത്രയും വെച്ച് കൊലയാളിയുടെ ഒരു ക്യാരക്ടർ പ്രൊഫൈൽ ഒന്ന് തയ്യാറാക്കി. ഉയർന്ന ബുദ്ധിയുള്ള ആളാണ് കൊലയാളി. ശവശരീരങ്ങളുമായി ഇടപെടാൻ ഒട്ടും മടിയില്ലാത്ത ആൾ. പോലീസിന്റെ ഫോറൻസിക് രീതിയെക്കുറിച്ച് അറിയാൻ പറ്റിയ വിദ്യാഭ്യാസമോ ജോലിയോ ഉള്ളയാൾ. സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ട്, ഒപ്പം നല്ല കരുത്തനുമാണ്. പക്ഷെ മുറിയിൽ രക്തം വീണതുകൊണ്ട് മാത്രം കൊല നടന്നു എന്ന് പറയാൻ പറ്റില്ല. അതൊരു സാഹചര്യ തെളിവ് മാത്രമാണ്. ഇനി ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടതിന് വ്യക്തമായ തെളിവ് വേണം. യു മീൻ ബോഡി? യെസ്. പക്ഷെ ബോഡി കിട്ടാൻ സാധ്യത കുറവാ. കാരണം തെളിവ് നശിപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടി കൊലയാളി ബോഡി നശിപ്പിച്ചിട്ടുണ്ടോ? അതെ, തൽക്കാലം കാത്തിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് ആ സമയത്ത് കിരണിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കൂ. ഇതിനെയാണ് വിക്ടിമോളജി എന്ന് പറയുന്നത്. മരിച്ചയാളെ പറ്റി നന്നായി മനസ്സിലാക്കിയാൽ അയാളെ കൊല്ലേണ്ട ആവശ്യം ആർക്കാണെന്ന് അറിയാൻ പറ്റും. എന്നുവെച്ചാൽ കൊന്നത് ആരാണെന്ന് അറിയണമെങ്കിൽ ആദ്യം മരിച്ചത് ആരാണെന്ന് അറിയണം. ഈ കിരണിന്റെ എല്ലാ റെക്കോർഡ്സും ട്രേസ് ചെയ്യൂ. പിന്നെ അയാളുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, പിന്നെ അയാൾ വളർത്തുന്ന പട്ടി, പാറ്റ, പൂച്ച തുടങ്ങി സകലതിന്റെയും റെക്കോർഡ്സ് വേണം. യെസ് സർ. വാസോട്ടാ, ഓളമെല്ലാം കിട്ടിയാ? നീ നിന്നെ, ഇവിടെ എന്തോ കിടക്കണ്ട്.
തുടങ്ങിക്കോ. വനാതിർത്തിയോട് ചേർന്നുള്ള മറ്റത്തങ്കടവിലാണ് Excuse me? യെസ് മാം. ഒന്ന് വരാമോ? ഒരു മിനിറ്റ്. ആഹാ. എന്താ മാം? എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യരുത്. എന്തു പറ്റി? നമ്മുടെ ഇടയിൽ ഒരു കൊലയാളിയുണ്ട്. ഇത് അയാളുടെ പണിയാണോന്ന സംശയം. ബോഡി കണ്ടെത്തിയ വിവരം പുറത്തു വന്ന കൊലയാളി അലർട്ടാവും, രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാ മാം അത് നിങ്ങൾ സഹകരിക്കണം. ഒരാഴ്ചത്തേക്ക് മതി, അത് കഴിഞ്ഞ് ന്യൂസ് പുറത്തു വിട്ടോളൂ. പറഞ്ഞത് മാഡ് ആയതുകൊണ്ട് ചെയ്യാം. താങ്ക് യു, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പാക്കപ്പ്. ഹലോ. ഡോക്ടർ ആ ബോഡി ഐഡന്റിഫൈ ചെയ്തോ? യെസ്, അത് കാണാതായ കിരൺ തന്നെ. ഡോക്ടർ റിപ്പോർട്ട് എപ്പോൾ തരും? പ്രിലിമിനറി റിപ്പോർട്ട് വേഗം തരാം. ഫൈനൽ റിപ്പോർട്ട് കുറച്ച് ദിവസം എടുക്കും. ചാക്കിനുള്ളിൽ നിന്ന് ഒരു കത്തി കിട്ടിയോ? യെസ്, ഒരു കറുത്ത പിടിയുള്ള കത്തിയാണോ? അതെ. കത്തിയുടെ കൂടെ രക്തം പുരണ്ട ഒരു തുണി ഉണ്ടായിരുന്നോ? ഉണ്ട്, കട്ടിയുള്ള ഒരു ടവൽ. ചാക്കിനുള്ളിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് കിട്ടിയോ? ഇല്ലല്ലോ. താങ്ക് യു ഡോക്ടർ. കണ്ടോ, കാണാതെ പോയ ലാപ്ടോപ്പ് അയാളുടെ വീട്ടിലില്ല, ഓഫീസിലില്ല, ബോഡിയുടെ കൂടെയുമില്ല. വേറൊരു സാധനം മോഷണം പോയിട്ടുമില്ല. അതിനൊറ്റ വിശദീകരണമേ ഉള്ളൂ, ലാപ്ടോപ്പ് കൊണ്ടുപോയത് ആ കൊലയാളി തന്നെയാണ്. കൊല നടക്കാൻ കാരണമായ എന്തെങ്കിലും വിവരം ആ ലാപ്ടോപ്പിലുണ്ടാവും, തീർച്ച. ഒരാൾക്കും അയാൾ അറിയാതെ ഇത്ര വലിയ ശത്രു ഉണ്ടാവില്ല. നമുക്ക് ആ വഴിക്ക് തന്നെ അന്വേഷിക്കാം. ഓക്കെ. കിരണിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സാർ, ഇതുവരെ വിളിച്ചിട്ടില്ല. അയാളുടെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ? ഇല്ല, എപ്പോ വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫാ. അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതു മനുഷ്യനും ഉണ്ടാവില്ലേ ഒരു ശത്രു? ഞാൻ ഇവിടെ വെച്ച് മാത്രമേ അദ്ദേഹത്തെ കാണാറുള്ളൂ. ഇവിടെ വരുന്ന എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റം. സ്ത്രീകളോടും വളരെ ഫ്രണ്ട്ലി ആയിരുന്നോ? അതെ മാഡം. അതിലാരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു അടുപ്പം ഉണ്ടായിരുന്നോ? അതറിയില്ല, പക്ഷെ എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അതെന്താ? കാണാൻ നല്ല ഹാൻസമാ, പിന്നെ നല്ല പെരുമാറ്റം. ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഫോൺ നമ്പറും അഡ്രസ്സും ഇല്ലേ? ഉണ്ട് മാഡം. അതിന്റെ ഒരു കോപ്പി വേണമല്ലോ. തരാം. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് സംശയകരമായ രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. സംശയകരമായ ഒരു ഫോൺ കോൾ? ഇല്ല സാർ. ഇവിടെ സാധാരണ വന്നുകൊണ്ടിരുന്ന ആരെങ്കിലും ഇപ്പോൾ വരാതിരിക്കുന്നുണ്ടോ? ഇല്ല സാർ, എല്ലാവരും തന്നെ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കണം. അറിയിക്കാം സാർ. കേട്ടെടുത്തോളം ഇയാൾക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. അതിലേതെങ്കിലും ഒരു ബന്ധം അതിരുവിട്ടതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവോ സഹോദരനോ അച്ഛനോ ആയിരിക്കും ഈ കൊല നടത്തിയത്. കിരണിന്റെ ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചു. സാറ് പറഞ്ഞത് ശരിയാണ്, വിളി കൂടുതലും സ്ത്രീകളുമായിട്ടാണ്. അവർ തിരിച്ചും വിളിക്കാറുണ്ട്, പക്ഷെ അതിലൊരു നമ്പർ മാത്രം ഡിഫറെൻ്റ് ആണ്. ആ നമ്പറിൽ നിന്ന് ആദ്യത്തെ കോൾ വരുന്നത് കിരൺ കാണാതാവുന്നതിന് ഒരാഴ്ച മുമ്പാണ്. കിരൺ തിരിച്ചും വിളിച്ചിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുന്തം പോയ കുടത്തിലും തിരയണം. ആ നമ്പർ ട്രേസ് ചെയ്തോ? അതൊരു ശ്രുതി ജോൺ സാമുവൽ, നമ്മുടെ സാമുവൽ ഗ്രൂപ്പിന്റെ ഓണറിന്റെ മോള്. എന്ന് വെച്ചാൽ ഡോക്ടർ അരുണിന്റെ ഭാര്യ? അത് തന്നെ. ഡോക്ടറിന്റെ ഭാര്യയ്ക്ക് ഇയാളുമായിട്ട് എന്താ ഇടപാട്? നമുക്കത് അവരോട് തന്നെ ചോദിക്കാം.